നമസ്തേ. കേരള പാഠാവലിയിലെ പ്രകാശകിരണങ്ങൾ എന്ന 4ാമത്തെ യൂണിറ്റിലെ മഞ്ഞുതുള്ളി എന്ന മനോഹരമായ കവിത കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേൾക്കുകയുണ്ടായി. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് മഞ്ഞുതുള്ളി എന്ന മനോഹരമായ ഈ കവിത രചിച്ചത്. നമുക്ക് കവിതയുടെ ആദ്യ ഭാഗം മനസ്സിലാക്കാം. പോകൊല്ലേ പോകൊല്ലേ ഞങ്ങളെ കൈവിട്ടു നാഗത്തേക്കൻ മഞ്ഞു തുള്ളികളെ, പുല്ലുകളെങ്ങുമേ നിങ്ങളാൽ മിന്നുന്നു കൽമുടി ചൂടിന റാണിമാരായി, സൂനങ്ങൾ നിങ്ങളാലേന്തുന്നു നിർഭരം ആനന്ദ ബാഷ്പവും പുഞ്ചിരിയും, താണവർ തൻ പേരിൽ ഇത്രമേലാർദ്രത കാണുവാനെങ്ങുണ്ടു മഞ്ഞിൽ വേറെ, രാവിൽ വന്നിങ്ങനെ മേളിക്കും നിങ്ങൾ താൻ ദൈവത്തിൻ കാരുണ്യ കന്തളങ്ങൾ, അത്രമേൽ ശ്വേതങ്ങൾ അത്രമേൽ ശീതങ്ങൾ അത്രമേൽ പൂതങ്ങൾ നിങ്ങളെല്ലാം. കവിതയുടെ ഇതുവരെയുള്ള ആശയം നോക്കാം. പോകൊല്ലേ പോകൊല്ലേ ഞങ്ങളെ കൈവിട്ടു നാഗത്തേക്കെന്മഞ്ഞു തുള്ളികളെ, പോകൊല്ലേ പോകരുതേ അല്ലയോ മഞ്ഞുതുള്ളികളെ, ഞങ്ങളെ കൈവിട്ട് നാഗത്തേക്ക് പോകരുതേ. നാഗം സ്വർഗം. പുല്ലുകളെങ്ങുമേ നിങ്ങളാൽ മിന്നുന്നു കൽമുടി ചൂടിന റാണിമാരായി, നിങ്ങളെ അണിഞ്ഞ പുല്ലുകളെല്ലാം കൽമുടി ചൂടിയ, അതായത് കിരീടം വെച്ച റാണിമാരെ പോലെ ശോഭിക്കുകയാണ്. സൂനങ്ങൾ നിങ്ങളാലേന്തുന്നു നിർഭരം ആനന്ദ ബാഷ്പവും പുഞ്ചിരിയും. സൂനങ്ങൾ എന്നാൽ പൂക്കൾ. പൂവുകൾ എന്താണ് ചെയ്യുന്നത്? പൂവുകളെല്ലാം മഞ്ഞുകണങ്ങളെ സ്വീകരിച്ച് ആനന്ദ ബാഷ്പം പൊഴിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് വർദ്ധിച്ച സന്തോഷത്തോടെ നിൽക്കുന്നു. താണവർ തൻ പേരിൽ ഇത്രമേൽ ആർദ്രത കാണുവാനെങ്ങുണ്ടു മഞ്ഞിൽ വേറെ, താണവരുടെ, അതായത് പാവങ്ങളുടെ മേൽ ഇത്രത്തോളം ആർദ്രത. ആർദ്രത എന്നാൽ കരുണ ഭൂമിയിൽ മറ്റെവിടെ കാണാൻ കഴിയും? വിണ്ണിൽ നിന്നെത്തുന്ന മഞ്ഞുതുള്ളികൾ ഭൂമിയിലെ പുൽക്കൊടികളെയും പൂക്കളെയും മനോഹരമാക്കുന്നു എന്നാണ് കവി ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത്. രാവിൽ വന്നിങ്ങനെ മേളിക്കും നിങ്ങൾ താൻ ദൈവത്തിൻ കാരുണ്യ കന്തളങ്ങൾ. രാവിൽ വന്ന് മേളിക്കുന്ന, രാവ് രാത്രി, രാത്രിയിൽ മേളിക്കുക. മേളിക്കുക എന്നാൽ വന്നു ചേരുന്ന, രാത്രിയിൽ വന്നു ചേരുന്ന നിങ്ങളാണ് യഥാർത്ഥത്തിൽ ദൈവകാരുണ്യത്തിൻ്റെ കന്തളങ്ങൾ. കന്തളങ്ങൾ എന്നാൽ നാമ്പ്, മുള, അതായത് രാത്രിയിൽ വന്നു ചേരുന്ന മനോഹരമായ മഞ്ഞുതുള്ളികളെ ദൈവകാരുണ്യത്തിൻ്റെ പുതുനാമ്പുകളായി കവി വിശേഷിപ്പിക്കുന്നു. ഈ വിശേഷണത്തിന് എന്താവാം കാരണങ്ങൾ? അത്രമേൽ ശ്വേതങ്ങൾ അത്രമേൽ ശീതങ്ങൾ അത്രമേൽ പൂതങ്ങൾ നിങ്ങളെല്ലാം. എന്തെന്നാൽ ഈ മഞ്ഞുതുള്ളികളെല്ലാം അത്രത്തോളം ശ്വേതങ്ങളാണ്. ശ്വേതങ്ങൾ എന്നാൽ വെളുത്തത്, ശീതങ്ങൾ എന്നാൽ തണുപ്പുള്ളത്, പൂതങ്ങൾ എന്നാൽ ശുദ്ധിയുള്ളത്. ദൈവകാരുണ്യത്തിൻ്റെ നാമ്പുകളായ മഞ്ഞുതുള്ളികൾ അത്രത്തോളം വെളുത്തതും തണുപ്പുള്ളതും ശുദ്ധിയുള്ളതുമെന്നാണ് കവി ഇവിടെ അർത്ഥമാക്കുന്നത്. അത്രമേൽ ശ്വേതങ്ങൾ അത്രമേൽ ശീതങ്ങൾ അത്രമേൽ പൂതങ്ങൾ നിങ്ങളെല്ലാം. ഈ വരികൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു നോക്കൂ. അവയിലെ ശബ്ദഭംഗി നോക്കിയാലോ? മഞ്ഞുതുള്ളിയുടെ സൗന്ദര്യം വർണ്ണിക്കാനാണ് കവി ഈ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. മഞ്ഞുതുള്ളിയുടെ എല്ലാ സവിശേഷതകളും ഈ വരികളിൽ കാണാം.
മഞ്ഞുതുള്ളി വെളുത്തതാണ്, അതിനു നല്ല തണുപ്പുണ്ട്, അത് പരിശുദ്ധവുമാണ്. ഇവിടെ ശ്വേതം, ശീതം, പൂതം എന്നീ വാക്കുകൾ മഞ്ഞുതുള്ളിയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചത് അങ്ങേയറ്റം ഉചിതമാണ്. ഈ പദങ്ങൾക്ക് മുൻപിൽ അത്രമേൽ എന്ന പദം ചേർത്തിരിക്കുന്നത് വാക്കുകൾക്ക് ശബ്ദഭംഗി കൂട്ടുന്നു. മഞ്ഞുതുള്ളിയുടെ സവിശേഷതകളെയാണ് മുകളിൽ പറഞ്ഞ വരികളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. കവിതയുടെ ഇതുവരെയുള്ള ആശയം എല്ലാവർക്കും മനസ്സിലായല്ലോ. എല്ലാവരും പദ്യഭാഗം നന്നായി വായിച്ചു നോക്കുക. മഞ്ഞുതുള്ളി എന്ന കവിതയുടെ ബാക്കി ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.